ദിവസങ്ങളും മാസങ്ങളും ഒക്കെ എത്ര പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് കോളേജ് റീ ഓപ്പണിംഗ് ആയിട്ടോ. ജൂൺ 1 വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാക്ക് ടു കോളേജ് ഗൈസ്. ഇഷ്ടപ്പെട്ട ബാഗൊക്കെ ചുമന്നുകൊണ്ട് പോവാൻ. അങ്ങനെ അതാ ബസ് കയറി അവിടെ എത്തി. സ്റ്റോപ്പിൽ നിന്ന് ഞാൻ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. കോളേജിൻ്റെ ഗേറ്റ് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഒടുക്കത്ത മടി വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അറ്റൻഡൻസ് ആലോചിക്കുമ്പോൾ നമുക്ക് ലീവ് എടുക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവുകയാണേ. ഓട്ടോ ഇറങ്ങിയപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചു പോയിട്ടോ, കോളേജിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. കാരണം വെക്കേഷന് പോകുന്നതിന് മുന്നേ അവിടെ ഇതൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോഴേക്ക് ഇതാ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പണികൾ നടക്കുന്നുണ്ട്. 9:30 കോളേജ് തുടങ്ങുമെങ്കിലും ഞാൻ 10 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് പോയി. ഞാൻ സെക്കൻഡ് പീരീഡ് അറ്റൻഡൻസ് ആണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ പീരീഡും അറ്റൻഡൻസ് ഉണ്ട്. ആകെ കൂടെ കോളേജിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ അറ്റൻഡൻസ് ആണ് കേട്ടോ. ഇന്റർവെല്ലിൽ നോക്കുമ്പോൾ അൽഷയുടെ കൊച്ചിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊച്ചു നോക്കുമ്പോൾ ഉമ്മച്ചി വേറെ എവിടെയോ കുറേ ആളുടെ നടുക്കിയിരിക്കുന്നു. ആദ്യം കുറച്ചൊന്ന് ചിരിച്ചു, പിന്നെ കരച്ചിലൊക്കെ വരുമ്പോൾ നമ്മളും എല്ലാം മുങ്ങിട്ടോ. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ആ പുറത്തോട്ട് ഇറങ്ങി. എല്ലാവരും ഒന്ന് ചുറ്റും നിരീക്ഷിക്കണമല്ലോ നമുക്ക്. കാരണം എല്ലാവരും കണ്ടിട്ട് കുറേ കാലമായി, കുറേ കഥകളുണ്ട് പെൻഡിങ്. അപ്പം അതെല്ലാം പറഞ്ഞു തീർക്കണ്ടേ. പിന്നെ കൈ കഴുകി വന്നപ്പോൾ ഒരു കൂട്ടർ ഇവിടെ ചോറ് തുറന്നിട്ടുണ്ട്. പിന്നെ അതിൽ പോയി കുറച്ചൊന്ന് കൈയിട്ട് വാരി കഴിച്ചു. പിന്നെ നമ്മുടെ പൊതി കഴിക്കാൻ കേട്ടോ. ആദ്യം തന്നെ അബിയുടെ പൊതിയാണ് കഴിച്ചത്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ സ്പെഷ്യൽ പൊതിച്ചോറുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നാളെ തൊട്ട് നമുക്ക് ഈ ഫുഡൊന്നും കിട്ടില്ലല്ലോ വീട്ടിൽ പോയി തിരിച്ച് വരുന്നവരെ. അപ്പോൾ അബിയുടെ ഇത് തുറന്നപ്പോൾ ചിക്കനും ചമ്മന്തിയും ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെത് തുറന്നു. എൻ്റെതിൽ കാര്യപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബീട്രൂട്ട് ഉപ്പേരിയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ഒന്നാമത് 2 മാസത്തെ വെക്കേഷൻ, ശീലങ്ങളൊക്കെ മാറി മറിഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലെ കലേഷിനെ കൊണ്ട് പാട്ട് പഠിക്കുകയാണ്. കാരണം സമയം പോയി കിട്ടണമല്ലോ. പീരീഡ് ഒന്ന് തീർന്നാൽ 3:30 ആയാലല്ലേ നമുക്ക് പോരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ക്ലാസ്സിൽ പാടാൻ അറിയുന്ന എല്ലാവരെയും പിടിച്ച് നമ്മൾ പാട്ട് പഠിക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 3:30 ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാണ്. വണ്ടി ഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്ത്. അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണേ. അപ്പോൾ ശരി, ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ.